സെക്സ് ഒരു കല തന്നെയാണ്. ഫോർ പ്ലേന്ന് തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പോലെ അത് എൻജോയ് ചെയ്ത്. ശരിക്കും ഒരു ഐഡിയൽ ഡ്യൂറേഷൻ ഓഫ് സെക്സ് എത്രയാണ്? പെനിസ്ട്രേഷൻ സ്റ്റേജ് സാധാരണ മിനിറ്റാണ് ആവറേജ് എടുക്കുന്നത്. സെക്സിന് ശേഷം ആണുങ്ങൾ അവരുടെ ഒരു ഫസ്റ്റ് കമ്മ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങും നമ്മൾ കാണാം. സ്ത്രീയെ അറിയാവുന്ന പുരുഷൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ അത് അവിടെ നിന്ന് എടുത്തു മാറ്റാതെ തന്നെ അതേ രീതിയിൽ കുറേ നേരം നിൽക്കാനാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. ഒരു പ്രേമിച്ച് നടക്കുന്ന ഒരു കപ്പിളിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അതൊരു ബെസ്റ്റിയാണ്. പക്ഷെ കല്യാണത്തിന് ശേഷം രണ്ട് വസ്തുക്കളായിട്ട് മാറാണ് ഭാര്യ ഭർത്താവ്. നമ്മൾ സ്മോക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസലുകളൊക്കെ ചുരുങ്ങും. സെക്സ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഗുഡ് ക്വാളിറ്റി ബ്ലഡ് വെസൽ. കാരണം സർക്കുലേഷൻ ഇമ്പോർട്ടൻറ്റ്, ബ്ലഡ് ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ആണ് മാത്രമല്ല, ആണും പെണ്ണും ഓറൽ സെക്സ് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പാർട്ട്ണറുടെ കൂടെ ബ്ലോ ജോബ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പുരുഷൻ പോളിഗമസ് ആവുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഇതേപോലെ വന്നിട്ടുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ട്. അത് പലരും കൺസിഡർ ചെയ്യാറില്ല. പുരുഷൻ്റെ ഒരു പോളിഗമി പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ആ സ്ത്രീയും വേറെ സ്ത്രീയും 3-4 സ്ത്രീകളായിട്ട് ചിലപ്പോൾ അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നെന്ന് വരാം. എന്തുകൊണ്ടാണ് ചില ആളുകൾ ഈ ഫോഴ്സ്ഫുൾ സെക്സിലേക്ക് പോകുന്നത്? അല്ലെങ്കിൽ ഈ സെക്സിൽ പെയിൻ അനുഭവിച്ചാൽ മാത്രമേ പ്ലഷർ കിട്ടൂ എന്ന് തോന്നുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് ആണുങ്ങൾക്ക് പെട്ടെന്ന് സെക്സ് കംപ്ലീറ്റ് ആവും, പക്ഷേ സ്ത്രീകൾക്ക് സമയമെടുത്തിട്ട് മാത്രമാണ് ആ ഒരു എൻഡിങ്ങിലേക്ക് എത്തുക. അപ്പോൾ ഒരു സെക്സിന് ശേഷം ആണുങ്ങൾ അവരുടെ ഒരു ഫസ്റ്റ് കമ്മ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങും നമ്മൾ കാണാം. പക്ഷേ ആ ഒരു സൈഡ് സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പാർട്ട്ണർ ഒന്നും എൻജോയ് ചെയ്യാതെ അല്ലെങ്കിൽ ഈ ഓർഗാസം എൻജോയ് ചെയ്യാതെ അവിടെ മടുപ്പായിട്ട് കിടക്കുന്നുണ്ടാവും. അത് ഒരിക്കലും ഈ ആണുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ബിഹേവിയർ? സ്ത്രീയും പുരുഷനും വ്യത്യാസമായതുകൊണ്ട് തന്നെയാണ്. സ്ത്രീയെ അറിയാവുന്ന പുരുഷൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ സംബന്ധിച്ച് അവന് ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് അത് മനഃപൂർവ്വമല്ല, അവനൊരു ടയർഡ്നെസ് വരും. അപ്പോൾ അവനൊരു ടെൻഡൻസി ഉണ്ടാവും അങ്ങോട്ട് തിരിഞ്ഞു കിടക്കാനായിട്ട്. സ്ത്രീ ആക്ച്വലി ആഗ്രഹിക്കുന്നത് സ്റ്റിൽ അവളെ കെട്ടിപ്പിടിച്ച് അവളോട്, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തു മാറ്റാതെ തന്നെ അതേ രീതിയിൽ കുറേ നേരം നിൽക്കാനാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. പക്ഷെ പുരുഷൻ എങ്ങനെയെങ്കിലും പിന്നെ എസ്കേപ്പാണ്, അവിടെ നിന്ന് പിന്നെ ഒന്നും അടഞ്ഞില്ല എന്ന രീതിയിൽ പോക്കാണ് ചെയ്യുന്നത്. പല പുരുഷന്മാരും സ്ത്രീ ഓർഗാസത്തിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ത്രീ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് കമ്മ്യൂണിക്കേറ്റും ചെയ്യാറില്ല. കാരണം അവരുടെ റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്നത്. അവർ ചിലപ്പോൾ അവനൊരു പെനിട്രേഷൻ സെക്ഷനിലൂടെ അവൻ ഹാപ്പി ആവുന്നു. നോർമൽ ഒരു മിനിമം പെനിട്രേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 to 7 ആണ്. 7 minutes ആണ് ആവറേജ് വേണ്ടത്. പക്ഷെ അതിനു മുമ്പ്, അത് പുരുഷനെ സംബന്ധിച്ച്, പക്ഷെ അതിനു മുമ്പ് തന്നെ സ്ത്രീ ഒരു ഫോർ പ്ലേയിലൂടെ ആ സെക്സിന് റെഡി ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാറില്ല. കാരണം അത് സെക്ഷണൽ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? അവളുടെ ആ റെസ്പോൺസ് സിസ്റ്റത്തിൽ നിന്ന് നമുക്കറിയാം ഈ സ്ത്രീ റെഡി ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് വേണം ഈ പെനിട്രേഷൻ പ്രോസസ്സിലേക്ക് പോകാനായിട്ട്. പക്ഷേ ചില പുരുഷന്മാർ അവർക്ക് എപ്പോൾ മൂഡ് വരുന്നോ അവർ പെനിട്രേഷനിലേക്ക് പോവുകയും അവർക്ക് ഇജാക്കുലേഷൻ നടക്കുകയും വരുന്ന സമയത്ത് അവർ ആ ഓർഗാസത്തിലേക്ക് എത്തുകയും സ്ത്രീ അപ്പോഴും നിരാശയിലേക്ക് പോകും. നിരാശയിലേക്ക് പോകുന്ന സ്ത്രീ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഇതേ രീതിയിലേക്ക് ആയിരിക്കില്ല. ആ സമയം ഇറിറ്റേഷൻ, ദേഷ്യം, എന്ത് പറഞ്ഞാലും ചാടിക്കടിക്കുക, ഇതൊന്നും പുരുഷന് മനസ്സിലാവില്ല. ഇമോഷണലാണ് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ഡയറക്റ്റ് അല്ല പലപ്പോഴും റിയാക്ട് ചെയ്യണം. പക്ഷെ ഇപ്പോൾ ഉള്ളവരൊക്കെ റിയാക്ട് ചെയ്ത് നേരെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അധികം സ്ത്രീകളും റിയാക്ട് ചെയ്യുന്ന രീതി വേറെയാണ്. അതുകൊണ്ട് സെക്സിൽ ഇപ്പോഴും ടൈം എടുത്ത് മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓരോ പാർട്ട്ണറിങ് സെക്ഷൽ ഇഷ്ടമെന്ന് മനസ്സിലാക്കി ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി മ്യൂച്വലായിട്ടൊരു എഗ്രിമെൻറ്റോടു കൂടി വേണം സെക്ഷനിലേക്ക് ഏർപ്പെടാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഗാസത്തിലേക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓരോരുത്തരിലും ഓർഗാസം എത്തുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ഓരോ സ്ത്രീയും ഡിഫറെൻ്റ് ആണ്. പുരുഷൻ ഓൾമോസ്റ്റ് ജനറലാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ബിഹേവിയർ. സ്ത്രീയുടെ ബിഹേവിയറിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ സെയിം രീതിയിലല്ല ഓരോന്നും റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ ഒരു ഐഡിയൽ ഡ്യൂറേഷൻ ഓഫ് സെക്സ് എത്ര മിനിറ്റാണ്? ചിലർ പറയുന്നിട്ടുണ്ട് 2 മണിക്കൂറൊക്കെ ബെഡിൽ ഭയങ്കരമായി പെർഫോമൻസ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഇല്ല, വളരെ ഒരു ലെസ് ദാൻ 10 minutes മാത്രമാണ് ഒന്ന് ബെഡിൽ പെർഫോം ചെയ്യാൻ പറ്റിയത്. ശരിക്കും ഒരു ഐഡിയൽ ഡ്യൂറേഷൻ ഓഫ് സെക്സ് എത്രയാണ്? എത്ര സമയം വേണമെങ്കിലും 2 പേരും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ടൈം വേണമെങ്കിൽ അത് കൂട്ടിക്കൊണ്ടുവരാം. സെക്സ് ഒരു കല തന്നെയാണ്. പിന്നെ 2 പേരും ആ പ്രസൻറ്റ് മൂമെൻറ്റിൽ അവിടെ എൻജോയ് ചെയ്ത ഒരു എക്സ്ചേഞ്ചാണ്, ലവ് എക്സ്ചേഞ്ച് കൂടിയിട്ടാണ്.
അപ്പോൾ അതിന് മിനിമം വേണ്ടത് ഒരു 30 മിനിറ്റ് വേണം. ഓക്കെ. കാരണം ഫോർ പ്ലേന്ന് തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പോലെ അത് എൻജോയ് ചെയ്ത് ലാസ്റ്റ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 30 മിനിറ്റാണ് ഐഡിയലി വേണ്ടത്. അതിൽ ലാസ്റ്റ് സ്റ്റേജാണ് ഒരു പെനിട്രേഷൻ. അതായത് ആ പെനിട്രേഷൻ സ്റ്റേജ് സാധാരണ 3 to 7 മിനിറ്റാണ് ആവറേജ് എടുക്കുന്നത്. ചിലർ അതിൽ കൂടുതലെടുക്കും. ഓവറായാലും ബുദ്ധിമുട്ട് തന്നെയാണ്, രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടാണ് ഓവറായി കഴിഞ്ഞാൽ. പക്ഷെ ലെസ് ദാൻ 1 മിനിറ്റ് പെനിട്രേഷൻ കൺസിഡർ പ്രീമച്ചുർ ജാക്കുലേഷനായിട്ടാണ് പറയുന്നത്, ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഇനഫായിട്ടുള്ള ടൈം കിട്ടിയിട്ടില്ല. പക്ഷേ ആവറേജ് പറയുമ്പോൾ ഒരു 3 to 7 മിനിറ്റ്സ് ആണ് പെനിട്രേഷന് വേണ്ടത്. ടോട്ടൽ സെക്സ് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു ഐഡിയലി 20 to 30 മിനിറ്റ്സ് ആണ്. നേരത്തെ പറഞ്ഞതിൽ 2 മണിക്കൂറൊക്കെ അത് ഡിപ്പെൻസ്. അവർ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ നീണ്ടുന്നാലും നമ്മൾ അറിയില്ലെന്ന് വരും. ഇപ്പൊ നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു വേർഡാണ് ഷുഗർ ഡാഡീസ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഷുഗർ ഡാഡീസ്, ഈ പെൺകുട്ടികൾക്ക് ഭയങ്കരമായി ഒരു ഷുഗർ ഡാഡിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ ഷുഗർ ഡാഡി എന്നൊക്കെ പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമുള്ള ഒരാൾ അവർക്ക് കൊടുക്കുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ഗിഫ്റ്റോ സ്നേഹമോ മണിയോ അത് എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് അവരോട് തോന്നുന്ന ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ അവരെ അതിലേക്ക് കൊണ്ടുവരുന്ന ചില ഓഫറുകളൊക്കെ കൊടുത്തിട്ട് ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു പാതയിലേക്ക് എത്തുമ്പോൾ അതിനോട് തോന്നുന്ന ഒരു ആകർഷണം മാത്രമാണ്. ഈ ഒരു ഇത് സയൻറ്റിഫിക്കലി അംഗീകരിച്ച ഒരു വേർഡല്ല, ഒരു ജനറലായിട്ട് കുറച്ച് പേര് സൊസൈറ്റി ഒരു ലോക്കൽ വേർഡാണ്. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. എന്തുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഹാപ്പി ആയിരിക്കും കേട്ടോ, പുറമേ കാണുമ്പം ഈ കപ്പിൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവർ തമ്മിൽ ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഒരുമിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഇടുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ഹാപ്പി ആയിരിക്കുന്ന പാർട്ട്ണറിനെ ചതിച്ച് വേറൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആ ഒരു പാർട്ട്ണറെ ചതിച്ച് കുറച്ച് സമയത്തെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടായാൽ പോലും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹാപ്പിയാണെന്ന് തോന്നുന്നത് നമുക്കാണ്. ഹാപ്പിയാണെന്ന് അവർ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്നതാണ്. എല്ലാ വ്യക്തിയിലും ഉണ്ട് ഒരു മുഖം മൂടി. കാരണം സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യണ മീറ്റുകൾ അവരുടെ റിക്വയർമെൻറ്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ടും സൊസൈറ്റിയുടെ മുമ്പിൽ ഒരു ക്ലീൻ ഇതുണ്ടാക്കാനായിട്ടും അവർ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് ആ കപ്പിൾസ് ഹാപ്പിയാണെന്ന് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിലുള്ള രൂപം പുറത്ത് കാണുന്നതല്ല, അവരുടെ അകത്തുള്ള രൂപം വേറെയാണ്. പിന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോകുന്നതിൻ്റെ കാരണം ജനറലി നമ്മളെല്ലാവരും പോളിഗമികളാണ്, പോളിഗമസാണ് നമ്മളെല്ലാവരും. അത് മുമ്പ് പുരുഷനാണ് കൂടുതൽ പോളിഗമസ് എന്ന് പറയുന്നത്, ഇപ്പോഴും പുരുഷൻ തന്നെ. പക്ഷേ സ്ത്രീയും ഈക്വലി ഏകദേശം അടുത്ത് തന്നെ പോളിഗമസ് തന്നെ. സ്ത്രീക്ക് പിന്നെയും കുറേ ഒരു വാല്യൂസ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നു, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സൊസൈറ്റി സ്ത്രീയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്, പിന്നാലെ ഇവളെ പീഡിപ്പിക്കാനായിട്ട് അവളെ ക്രൂസിഫൈ ചെയ്യാനായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്, കുറേ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പുരുഷൻ പോളിഗമസ് ആവുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഇതേപോലെ വന്നിട്ടുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ട്, അത് പലരും കൺസിഡർ ചെയ്യാറില്ല. പുരുഷൻ ആരുടെ അടുത്ത് പോയി എന്നുള്ളത് ചിന്തിക്കാറില്ല. അവിടെ ഒരു സ്ത്രീ ഉണ്ട്. പക്ഷേ പുരുഷൻ്റെ ഒരു പോളിഗാമി പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ആ സ്ത്രീയും വേറെ സ്ത്രീയും 3-4 സ്ത്രീകളായിട്ട് ചിലപ്പോൾ അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നെന്ന് വരാം. അവൻ്റെ ജനറലുള്ള ടെൻഡൻസി അങ്ങനെ തന്നെയാണ്. സ്ത്രീയിലും ഉണ്ടെങ്കിലും സ്ത്രീ കുറേയൊക്കെ വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, കുറേ റെസ്ട്രിക്റ്റഡ് ചെയ്യുന്നു അവൾക്ക്. നമ്മളൊരു ബിരിയാണി സ്ഥിരം കഴിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ഫുഡിനോടുള്ള താല്പര്യം തോന്നുന്ന പോലെ തന്നെയാണിത്. പക്ഷേ സൊസൈറ്റി നമ്മളോട് കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള റൂൾസുകൾ ഉള്ളതുകൊണ്ടും സൊസൈറ്റിയുടെ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടും ഇതൊക്കെ അടക്കി ഒതുക്കി വെച്ചേക്കണം. റൈറ്റായ സിറ്റുവേഷൻ വരും. ഇപ്പോൾ ഇതൊക്കെ കൂടുതലാണ്, സോഷ്യൽ മീഡിയ ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടും ഈസിലി അവൈലബിൾ ആയതുകൊണ്ടും നമുക്കിപ്പോൾ കൂടുതൽ എക്സ്പോഷ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒരു സൈലൻറ്റ് ക്യാറ്റ് ഇങ്ങനെ കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഇത് ശരിക്കും റിയലായിട്ട് മനുഷ്യർ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ അത് റൂൾസ് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രം പലപ്പോഴും ഫെയിലിയർ ആവുന്നു. ഈ കല്യാണം കഴിഞ്ഞ പുരുഷന്മാരോട് മാത്രം അട്രാക്ഷൻ തോന്നുന്ന പെൺകുട്ടികളുണ്ട്, അതെന്തുകൊണ്ടായിരിക്കും? ഈ കല്യാണം കഴിഞ്ഞ പുരുഷന്മാരോട് അട്രാക്ട് തോന്നുന്ന സ്ത്രീകളുണ്ട്. ഹൈ പ്രൊഫഷണൽ ഹൈ എഡ്യൂക്കേഷനുള്ള ആൾക്കാരോട് അട്രാക്ഷൻ തോന്നുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ ഒരു ആരാധനയാണ്.
ഓക്കെ. കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്ക് കുറച്ചും കൂടി പക്വതയുണ്ടെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ആളുകളോട് ചിലപ്പോൾ ഇത്തിരി അവർ സേഫ് ആണെന്ന് തോന്നുന്നുണ്ടാവാം. അവരെ കുറച്ചുകൂടി കെയർ ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലുണ്ട്. ഓരോരുത്തരും ചിന്തിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. ചിലർക്ക് കല്യാണം കഴിഞ്ഞവരെ, ചിലർക്ക് ചെറുപ്പക്കാർ തന്നെ താല്പര്യമുള്ള, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളോട് താല്പര്യമുള്ളവരുണ്ട്. ചില പെൺകുട്ടികൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള പെൽവിക്, അതായത് ബട്ടക്സ് സ്ട്രോങ് ആയിട്ടുള്ള ആൺകുട്ടികളോട് താല്പര്യം തോന്നുന്നുണ്ട്. അതൊക്കെ ചിലർക്ക് അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും നിർബന്ധമൊന്നുമില്ല. ഒരു മിനിമം ബോഡി നിർബന്ധം മാത്രം മതി. ഇറ്റ് ഡിപ്പെൻസ്. അത് ഓരോരുത്തരും കാഴ്ചപ്പാടാണ്. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ ആളുകളോട് തോന്നുന്ന താല്പര്യം കുറച്ച് പേർക്കുണ്ട് അങ്ങനെയുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പലർക്കും പലരോടും താല്പര്യമുണ്ട്. അതുപോലത്തെ ഒരു വിഭാഗം മാത്രമാണ് അങ്ങനെയുള്ളത്. ഒരു സിനിമയിൽ റീസെൻ്റ് ആയി കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു മാരീഡ് കപ്പിള് ഇവർ സെക്സ് ചെയ്യുന്ന സമയത്ത്, ഈ ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സീന് ഇവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. പിന്നീട് അവർ റെക്കോർഡ് ചെയ്ത ഈ ഒരു ലാപ്ടോപ്പ് കളഞ്ഞു പോയി. അങ്ങനത്തെ ഒരു മിസ്സിങ് ആയിട്ടുള്ള ഒരു കോമഡി സംഭവമാണ്. പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിലായാലും പോലും ഈ സെക്സ് ചെയ്യുന്ന ഈ ഹാപ്പി മൊമെന്റ്സ് ആണെന്ന് തോന്നുന്ന ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. അത് ശരിക്കും എന്തെങ്കിലും മാനസികമായി പ്രശ്നമുണ്ടോ അതിൽ? ഇത് മാനസിക പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അധികം ആണുങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. അവൻ ആ റെക്കോർഡ് ചെയ്ത സാധനം അവന് വീണ്ടും ഇട്ട് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പെണ്ണുങ്ങൾ അധികം ഈ റെക്കോർഡ് ചെയ്യുന്ന പരിപാടികൾ ചെയ്യാറില്ല. ആണുങ്ങളിൽ ഇങ്ങനെ ഒരു നേച്ചർ കാണുന്നുണ്ട്. അവർ സെക്സ് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അത് അവർ തന്നെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തിരി അപകടം പിടിച്ചൊരു രീതിയാണ്. നാളെ ഇപ്പം ഈ ആ സിനിമയിൽ ലാപ്ടോപ്പ് മിസ്സാവുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് എങ്ങനെ വേണമെങ്കിലും നമ്മളെ കണക്ട് ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഉള്ള ഇൻഫോർമേഷൻസ് മറ്റുള്ളവരിലേക്ക് ലീക്കായി പോകാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. ഇങ്ങനൊരു ബിഹേവിയർ പല ആണുങ്ങളിലും കാണുന്നുണ്ട്, സ്ത്രീകളിലല്ല, ആണുങ്ങളിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് റിസ്ക്കി ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഈ സ്മോക്കിംഗ് ശരിക്കും നമ്മുടെ സെക്സ് ലൈഫിനെ കില്ല് ചെയ്യോ? ശരിക്കും സ്മോക്കിങ്ങിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്മോക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസലുകളൊക്കെ ചുരുങ്ങും. സെക്സ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഗുഡ് ക്വാളിറ്റി ബ്ലഡ് വെസൽ. കാരണം സർക്കുലേഷൻ ഇമ്പോർട്ടൻ്റ്, ബ്ലഡ് ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്ന എറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ മെയിൻ വില്ലൻ സ്മോക്കിംഗ് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഈ സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നാളെ ഹാർട്ട് പ്രോബ്ലം വരാം. കാരണം അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോവും കുറയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, സ്മോക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലോ ലിബിഡോ, മൂഡ് കുറയാൻ സാധ്യതയുണ്ട്. സെൻസേഷൻ കുറഞ്ഞു വരുന്നു. അത് സെക്ഷൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് സെൻസ് ചെയ്യുന്നില്ല, ഒരു ഫീല് കിട്ടുന്നില്ല എന്ന് അവർ പറയും. തുടക്കത്തിൽ ഇങ്ങനെ ഫീല് കുറഞ്ഞിട്ട് പിന്നെയാണ് ഇ ഡിയിലേക്ക് വരുന്നത്, എറക്ടൈൽ ഡിസ്ഫങ്ഷനിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നീട് ഇതിനോട് താല്പര്യം കുറഞ്ഞ് ഇല്ലാതാവുകയും സെൻസേഷൻ കുറയുകയും നാളെ ഇതൊരു രോഗമായിട്ട് മാറിയും അത് ഡെത്തിലേക്ക് വരെ എത്തിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ബ്ലഡ് ഫ്ലോ ഇവിടെ കുറയുന്ന സമയത്ത് താഴോട്ട് കുറയും, മുകളിലോട്ടും കുറയുന്നുണ്ട്, തലയിലോട്ടും കുറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൽ ലൈഫിന് വലിയൊരു വില്ലൻ തന്നെയാണ് സ്മോക്കിംഗ്. സ്ത്രീകൾ ഇപ്പോഴാണ് മാസ്റ്റർബേഷനെ കുറിച്ചും സെക്സ് ടോയ്സിനെ കുറിച്ചും ഒക്കെ തുറന്ന് സംസാരിക്കുന്നത്. ചില ആളുകളിൽ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് സ്ത്രീകൾ സെക്സ് ടോയ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഇപ്പം സ്ത്രീകൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൊസൈറ്റിയിലുള്ള മാർക്കറ്റിലുള്ള സെക്സ് ടോയ്സ് ഏതൊക്കെയാണ് എന്ന് പറയാമോ? ഈ സെക്സ് ടോയ്സ് നമുക്ക് മാസ്റ്റർബേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൈവസിയിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ, എക്സ്ട്രാ മാരിറ്റൽ ഇതിലൊന്നും പോവാതെ, ഗിൽട്ട് ഇല്ലാതെ നമ്മുടെ ഓൺ പ്ലഷർ കണ്ടെത്താനും അതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനും ഏറ്റവും നല്ല സാധനം തന്നെയാണ് ഇത്. മുമ്പൊക്കെ സ്വയമായിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്നു, ഇപ്പോൾ വിത്ത് ഈ ടോയുടെ സഹായത്താൽ മാസ്റ്റർബേഷൻ ചെയ്യുന്നു. 2-3 ടൈപ്പ് ഉണ്ട് സെക്സ് ടോയ്സ്. ഒന്ന് എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി വൾവ ഏരിയയിൽ യൂസ് ചെയ്യുന്നത്, ക്ലിറ്റ് ആ ഭാഗത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻറ്റേർണലായിട്ട് യൂസ് ചെയ്യുന്ന സെക്സ് ടോയ് ഉണ്ട്. സെയിം ടൈം തന്നെ ഇൻറ്റേർണലും എക്സ്റ്റേണലും ഒരേപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സെക്സ് ടോയ് ഉണ്ട്. അപ്പോൾ അത് ഡ്യുവൽ എന്ന് പറയും, ആ ഡ്യുവലായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഇപ്പോൾ തന്നെ ഒരു വൈബ്രേഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വൈബ്രേറ്റും ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടും. ഇനി അതിൽ കൂടാതെ വേറെ പുതിയ സെക്സ് ടോയ് ഇറങ്ങിയിട്ടുള്ളത്, നമുക്കൊരു മിഷൻ പോലെ അത് കണക്ട് ചെയ്യുക, സ്വിച്ച് ഇടുന്ന സമയത്ത് അത് ഈ ഒരു പെനിട്രേറ്റ് ചെയ്യും. അതായത് പെനിട്രേഷൻ സ്റ്റിമുലേഷനോടെ അത് കൊടുക്കും. അപ്പോൾ സാധാ ടോയിൽ നമുക്ക് വൈബ്രേഷനും മാത്രമുള്ളെങ്കിൽ ഇതിൽ പെനിട്രേഷനോടെയും വരുന്ന പെനിട്രേറ്റ്. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്.
ഒരു ക്ലിറ്റോറിയൽ സ്റ്റിമുലേഷൻ ആവശ്യമുള്ളതും 2 ഓർഗാസം ചിലർക്ക് അനുഭവപ്പെടുന്നത് മോസ്റ്റ് ആളുകൾക്ക് ക്ലിറ്റോറിയസ് ആണ്, പക്ഷെ കുറച്ച് ആളുകൾക്ക് വജൈനൽ സ്റ്റിമുലേഷൻ തന്നെ വേണം. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഈ ആ ടോയ് യൂസ് ചെയ്യാം. രണ്ടും കൂടി പറ്റുന്ന ടോയാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ കൂടെ ഈ വൈബ്രേഷനോടിന് ഇറ്റ്സ് ബെറ്റർ. അപ്പോൾ അവർക്ക് അതുപോലത്തെ മാർക്കറ്റിൽ നിന്ന് ഓപ്ഷൻ ഉണ്ട്, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആണുങ്ങൾ കൂടുതൽ ഓറൽ സെക്സ് പ്രിഫർ ചെയ്യുന്ന ആളുകളാണ്, ഈ ബ്ലോ ജോബ് പോലുള്ള കാര്യങ്ങൾ. പക്ഷെ അത് എത്രത്തോളം സേഫ് ആണ്, അല്ലെങ്കിൽ ഈ ബ്ലോ ജോബ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ആകുമോ സ്ത്രീകൾക്ക് എന്നുള്ളൊരു കാര്യങ്ങളൊന്ന് പറയാമോ? ആണ് മാത്രമല്ല, ആണും പെണ്ണും ഓറൽ സെക്സ് ഇഷ്ടപ്പെടുന്നുണ്ട്. റിസ്ക് തന്നെയാണ്, കാരണം വെച്ചാൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ആയിട്ട് അതിന് പറയുന്നത്. എന്നാലും നമ്മുടെ പാർട്ട്ണറുടെ കൂടെ ബ്ലോ ജോബ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം നമ്മുടെ പാർട്ട്ണറാണ്. നമ്മൾ വേറെ ആരുമായിട്ടും വേറെ എക്സ്റ്റേണൽ ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഇറ്റ്സ് സേഫ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി പെനിട്രേഷൻ സെക്സിൽ ഉണ്ടാകുന്ന റിസ്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ചുള്ളൂ എന്ന് കരുതി പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓറൽ സെക്സിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ചില ഓറൽ സെക്സ് വളരെ റിസ്കി ബിഹേവിയറാണ്. അപ്പോൾ ഇതും അത്ര സേഫ് അല്ല എന്നുള്ളതിന് വാസ്തവം. ചാൻസ് ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി പെനിട്രേഷൻ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഈ കല്യാണത്തിന് ശേഷം ചില സ്ത്രീകൾക്ക് സെക്സിനോട് ഒരു വിരക്തി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷമാണ് ഈ ഒരു കാര്യം കാണുന്നത്. അതെന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഒരു കാരണം എന്ന് വെച്ചാൽ കല്യാണത്തിന് ശേഷം ഒരു സ്ത്രീ അമ്മയായി കഴിയുന്ന സമയത്ത് അവളുടെ മിക്കവാറും ഈ സ്നേഹവും ഇതൊക്കെ അവളുടെ പ്രയോറിറ്റിയൊക്കെ കുട്ടിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്, കുറഞ്ഞത് 1-2 വർഷത്തേക്കെങ്കിലും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവൾക്ക് ഒരു അമ്മയായിട്ട് മാറുന്ന സമയത്ത് അവളുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കല്യാണത്തിന് മുമ്പുണ്ടായ കൺസിഡറേഷൻസ്, ഈ മാരേജിന് ശേഷം നമ്മളൊരു വസ്തുവായിട്ട് മാറാണ്. ഒരു പ്രേമിച്ച് നടക്കുന്ന ഒരു കപ്പിളിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് അതൊരു ബെസ്റ്റിയാണ്, ഈക്വലി റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു, ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഓവറായിട്ട് നമ്മൾ കൈയെടുത്തുന്നില്ല. പക്ഷെ കല്യാണത്തിന് ശേഷം 2 വസ്തുക്കളായിട്ട് മാറാണ്, ഭാര്യ ഭർത്താവ്. നമ്മൾ കുറേ ഡൂസ് ഡോൺസ് ഉണ്ട് ഈ ഭാര്യ ഭർത്താവിൽ. ഭാര്യ ഇങ്ങനെയായിരിക്കണം, ഭർത്താവ് ഇങ്ങനെയായിരിക്കണം. ഇതൊക്കെ മടുപ്പുളവാക്കുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ പണ്ടത്തെ മാതിരി സ്നേഹമൊന്നും വരുന്നില്ല. കുറേ ഡിമാൻഡ്സുകളൊക്കെയാണ്, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ. ഇത് കഴിഞ്ഞിട്ട് മുമ്പ് നമ്മളൊരു ബോണ്ടിങ്, ഒരു ബൗണ്ടറീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും നമുക്ക് ആ സമയത്ത് ഇല്ല. പിന്നെ ഒരു റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു കുട്ടികളുണ്ടെങ്കിൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് കുട്ടി ഉറങ്ങുകയാണെങ്കിൽ പോലും അവൾ കംഫർട്ടാവില്ല, കാരണം അവളൊരു മൂഡിലേക്ക് എത്തില്ല. രണ്ടാമത് കള്ള് കുടിച്ചുകൊണ്ട് വരുന്ന ഭർത്താക്കന്മാർ, അതിൻ്റെ സ്മെല്ല് തന്നെ സ്ത്രീകളെ ചിലപ്പോൾ ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഹൈജീൻ്റെ കുറവ് നമുക്ക് അങ്ങോട്ടൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യില്ല എന്ന് മാത്രം. പിന്നെ ഫോഴ്സ്ഡ് സെക്സ്, അതായത് അയാൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ സെക്സിൽ വിധേയമാവണമെന്ന് പറയുന്ന സമയത്ത് അവൾക്ക് അതിന് ആ സമയത്ത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ കൺസിഡറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മ്യൂച്വൽ കൺസെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇതൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് താനൊരു ഉപകരണമായി മാറുന്നു എന്നൊരു കുഴപ്പം, ഒരു സംശയം, ഒരു ഫീല്, ഇതെല്ലാം താല്പര്യക്കുറവിലേക്ക് ഉണ്ടാകും. എന്തുകൊണ്ടാണ് ചില ആളുകൾ ഈ ഫോഴ്സ്ഫുൾ സെക്സിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈ സെക്സിൽ പെയിൻ അനുഭവിച്ചാൽ മാത്രമേ പ്ലഷർ കിട്ടൂ എന്ന് തോന്നുന്ന ആളുകളുണ്ട്? അതെന്തുകൊണ്ടാണ്? ഈ ഫോഴ്സ്ഫുൾ സെക്സ് പുരുഷനിലുണ്ട്, സ്ത്രീയിലുണ്ട്, അധികം പുരുഷന്മാരിലാണ്. അവർക്ക് നമുക്ക് ഈ സെക്സിലൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്ലഷറാണ്. ഈ പ്ലഷർ കിട്ടാൻ നമ്മൾ ബ്രെയിനെ എന്ത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രെയിന് ഇന്ന് കിട്ടിയാൽ ആ പ്ലഷർ കിട്ടുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ആ ബ്രെയിന് അത് കൊടുത്താൽ മാത്രം. കാരണം ഈ സാഡിസ്റ്റുകൾക്ക് എന്ത് നോർമൽ സെക്സ് അവർക്ക് കൊടുത്താലും അവർക്ക് ഒരിക്കലും അറബ്സലും കിട്ടില്ല, ഓർഗാസം എത്തില്ല. കരച്ചിൽ കാണണം, അവർക്ക് വേദന കാണണം. ആ വേദന കണ്ടാൽ മാത്രമേ അവർക്ക് അറബ്സലും ഉണ്ടാവുള്ളൂ, ഓർഗാസം ഉണ്ടാവുള്ളൂ. ഇതേപോലെ തന്നെ ചില സ്ത്രീകൾക്ക് പെയിൻ കിട്ടിയാലാണ് അവർക്ക് ഓർഗാസം എത്താൻ പറ്റുള്ളൂ, പക്ഷെ വളരെ കുറവാണ്. എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ച് സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഉള്ള സ്ത്രീകളിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. നോർമലായ സ്ത്രീകളിൽ കുറച്ച് അങ്ങനത്തെ ഞാൻ കേസ് കണ്ടിട്ടുള്ളൂ. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകളിൽ പെയിനിലൂടെ ഭർത്താവിൽ നിന്ന് സെക്സ് വേണ്ട എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ആളുകളുടെ അടുത്തേക്ക് സെക്സ് തേടി പോയി അവിടെ നിന്ന് പെയിൻ കിട്ടുന്നു. ആ പെയിൻ കിട്ടുമ്പോൾ സെക്സിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. വേറെ ചില ആളുകൾക്ക് ചിലരെ കെട്ടിയിട്ട് സെക്സ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ പ്ലഷർ കിട്ടുള്ളൂ. മറ്റുള്ളവർ കേട്ടിട്ടുണ്ടാവും ശ്വാസം മുട്ടിച്ച് സെക്സ് ചെയ്താലേ ഓർഗാസം എത്തുള്ളൂ.
അത് അവരുടെ ബ്രെയിൻ അതേ രീതിയിലാണ് ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രെയിൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് കൊടുത്താലാണ് ബ്രെയിൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അതാണ് ഇതിൻ്റെ കാരണം. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഡിഫറെൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ആണും പെണ്ണും ഡിഫറെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ആണിന് പോളിഗാമസ് ആയി ഒരുപാട് സ്ത്രീകളുമായി സെക്ഷുവലി ബന്ധം വെക്കാം. പക്ഷെ ഒരു സ്ത്രീ ഭർത്താവിനെ വിട്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പോകുമ്പോൾ ഒരുപാട് സ്ത്രീകളടുത്ത് പോകുന്ന ഈ ആണിന് അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് പുരുഷനും ശ്രമിക്കാൻ പറ്റില്ല, സ്ത്രീക്കും ക്ഷമിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം കണ്ടീഷൻഡാണ്. നമ്മൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ ജന്മം മുതൽ ഈ നിമിഷം വല്ലതും കേട്ടിട്ടുണ്ട് കുറേ റൂൾസ്. അതെന്താ വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഡിസിപ്ലിന് വേണ്ടി സൊസൈറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ കൾച്ചർ ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്. നോർമലി നമ്മൾ അങ്ങനെയൊന്നും അല്ല. രണ്ടുപേരും തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ത്രീ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ ഓൾറെഡി എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോയ പുരുഷന്മാർക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അതെ. ഒരു പുരുഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഒത്തിരി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെങ്കിൽ അവനെന്തോ അത് വലിയ ധീരകൃത്യമായിട്ട് കരുതുകയും ചെയ്യാം, ഇറ്റ്സ് ഓക്കെ എന്നുള്ളതിലും. പക്ഷെ അവനോട് പറയണം, നോക്കി താങ്കളുടെ ഭാര്യ, താങ്കൾ ഇത്രയും കൂടെ പോകുന്നുണ്ട്, ആ ഭാര്യയുടെ കൂടെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്, അയാൾ സമ്മതിക്കില്ല, അയാളുടെ ഈഗോ സമ്മതിക്കില്ല, അവൻ്റെ പുരുഷത്വം അത് ഒട്ടും സമ്മതിക്കുകയും ചെയ്യില്ല. എനിക്ക് പോവാം പക്ഷെ അവൾക്ക് പോകാൻ പാടില്ല എന്നൊരു ചിന്ത നല്ല പോലെ ഈ പുരുഷന്മാരിൽ നല്ല പോലെ ഉണ്ടെന്നുള്ളതാണ്. കാരണം പല സ്ത്രീകളും അവരുടെ ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കൺട്രോൾ ചെയ്ത് സഹിച്ച് ഡിപ്രഷനിലേക്കും ഇറിറ്റേഷനിലേക്കും ആങ്കർ ഇത്തരം ബിഹേവിയറിലേക്ക് പോകും. ചിലരെൻ്റെ അടുത്ത് കൺസൾട്ടേഷനും അല്ലെങ്കിൽ കൺസൾട്ടേഷന് വരുന്ന സമയത്ത് എക്സ്ട്രീം ആങ്കർ ആയിട്ടാണ് കൺസൾട്ടേഷൻ വരുന്നത്. റൂട്ട് കോസിലേക്ക് പോണ സമയത്ത് കാരണം ഇതാണ്, വിവാഹം സെപ്പറേറ്റ് ആവുന്നുണ്ടല്ലോ, ഡിവോഴ്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, ഇതിലേക്ക് എത്തുന്നതിൻ്റെ നല്ലൊരു ഭാഗം കാരണം ഈ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അവർ പറയും കൗൺസിലിങ്ങിന് വിട് അല്ലെങ്കിൽ ഉപദേശിച്ച് നോക്കും. കാരണം ഇത് നമുക്ക് പുറത്ത് മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നതാ കാരണം. എസ്പെഷ്യലി സ്ത്രീകൾ പുറത്ത് പറയും ചെയ്യില്ല. ആരോട് പറയാനാണ്? പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷൻ എന്താ അവളെക്കുറിച്ച് പറയാമെന്നാണ്. അവൾക്ക് ഭയങ്കര ഓവർ വികാരമാണ്, അതുകൊണ്ടാണ് ഇവളിങ്ങനെ കാണിച്ചതെന്ന് പറയും. അത് ഏറ്റു പറയാനൊരു സൊസൈറ്റി ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഒക്കെ നടക്കുന്നത്.